വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിങ്ങളെല്ലാവരും ഒരു നിമിഷം എനിക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. വിടുതലിനാ സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് യുദ്ധം. ഇപ്പം ഞാൻ തന്നെ തുറക്കുകയും ചെയ്യണം, ഞാൻ തന്നെ കുടിക്കുകയും ചെയ്യണം. അവനെ ഒന്ന് തുറന്ന നായക ശ്രീശ നമോ നമോ നാജവാരണ സ്വാമി നമോ നമോ യേശുനായക ശ്രീശ നമോ നമോ നാജവാരണ സ്വാമി നമോ നമോ. നമോ നമോ നാജവാരണ സ്വാമി നമോ നമോ മോചി പൂജിത രൂപ നമോ നമോ മഹിമാന. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ചോട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഏത് വചനങ്ങൾ? അതാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. കഴിഞ്ഞ 2 രാത്രിയിലും ശ്രേഷ്ഠരായ ദൈവദാസന്മാരുടെ കൂടി വിലപ്പെട്ട ആലോചന കൂടപ്പെട്ടവരോടും ദേശവാസികളോടും കർത്താവ് അറിയിച്ചു. ഈ സഭ, വാത്സല്യ കുടുംബം, കർത്തദാസൻ ചുമതലപ്പെട്ടവർ അതിനെ മുഖാന്തരമാക്കി ദൈവം തീർത്തു. ഈ ഒടുവിലത്തെ ഈ കൺവെൻഷന്റെ രാത്രിയിലും നമുക്ക് ഒന്നിച്ചു കൂടുവാൻ അവസരം ദൈവം നൽകി. ഇന്ന് രാത്രിയിലും അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. സാധാരണ സംസാരിക്കുന്നത് പോലെയും ശുശ്രൂഷിക്കുന്നത് പോലെയും പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം
4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ്. ഈ സത്യവേദ പുസ്തകം, ഈ പുസ്തകത്തിന്റെ പേര് എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ്, സത്യവേദ പുസ്തകം എന്ന്. ഇതിന് മാത്രമേ ഈ പേരുള്ളൂ. ധാരാളം പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ഈ പുസ്തകത്തിന് ഈ പേരുള്ളൂ. ഇനിയിപ്പം ഈ പേര് വേറെ ഏതെങ്കിലും പുസ്തകത്തിന് ഇങ്ങനെ കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് അറിയത്തില്ല. ചിലപ്പം വാശിക്ക് കൊടുത്തെന്ന് വരാം. പണ്ട് കുട്ടനാട്ടിൽ നടന്നൊരു സംഭവം. ഒരാള് ബോട്ട് മേടിച്ചു. അയാള് റോമൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആൾ ബോട്ട് വാങ്ങി. അപ്പം ആ ബോട്ടിന് പേരിട്ടു സെന്റ് ജോർജ്. സെന്റ് ജോർജ്. അദ്ദേഹം വീണ്ടും ഒരു ബോട്ട് വാങ്ങി. അതിന് പേരിട്ടു സെന്റ് അഗസ്റ്റിൻ. വീണ്ടും ഒരു ബോട്ട് വാങ്ങി, സെന്റ് മേരി. അപ്പം സെന്റ് അഗസ്റ്റിൻ, സെന്റ് ജോർജ്, സെന്റ് മേരി. ഇത് കണ്ടുകൊണ്ട് വേറൊരു സഹോദരൻ, അദ്ദേഹം വേറൊരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അടുത്ത കാലത്ത് ആ കാശ് കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന് വാശി. സെന്റ് മേരി, സെന്റ് അഗസ്റ്റിൻ എന്നൊക്കെ ആയിട്ട് പുള്ളി ഇട്ടു സെന്റ് മാധവൻ. അതിന്റെ പേര് മാധവൻ എന്നാ. അതിന് പുള്ളി ഇട്ടു. നമുക്ക് എതിർക്കാനൊന്നും ഒക്കത്തില്ല, പുള്ളിയുടെ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകത്തിന് ചിലപ്പോൾ അങ്ങനെ പേര് വേറെ വരാൻ സാധ്യതയുണ്ട്. സത്യവേദ പുസ്തകം. ഇത് കണ്ടുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പേര് വേറെ പുസ്തകത്തിന് വിടാൻ സാധ്യത, തള്ളിക്കളയാനൊക്കത്തില്ല. പക്ഷെ ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇത് സത്യവേദ പുസ്തകമാണ്. ഇത് ആരുടെയും കുത്തകയൊന്നുമല്ല, ക്രിസ്ത്യാനികളുടെ കുത്തകയൊന്നുമല്ല ഈ പുസ്തകം. ക്രിസ്ത്യാനികളും പലരും ഇത് എടുത്തുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ, ഇതിനകത്ത് ഒന്നും പാലിക്കുന്നില്ല. എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഓടുന്ന ഓട്ടം കണ്ടപ്പോൾ ഈ വേട്ടപ്പട്ടി പോലെ പോകും. ഇത് പാലിക്കുന്നില്ല. അപ്പൊ ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ല, ഇത് ദൈവത്തിന്റെ തിരുവെഴുത്ത. 66 പുസ്തകങ്ങൾ അടങ്ങിയ മഹത്തായ പുസ്തകമായി സത്യവേദ പുസ്തകം. രാമായണങ്ങള് കാണ്ഡങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അയോധ്യാകാന്ഡം, ബാലകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, ഇങ്ങനെയുള്ള കാണ്ഡങ്ങളായിട്ട്. ഭഗവത്ഗീത യോഗഭാഗങ്ങളായിട്ട് അർജുന വിഷാദ യോഗം, സാംഖ്യയോഗം, ഗുണയോഗം, കർമ്മയോഗം, യോഗഭാഗങ്ങൾ. മഹാഭാരതം പർവങ്ങളായിട്ടാ, ദ്രോണപർവം, ഭീഷ്മപർവം, അങ്ങനെ പർവം. ഈ സത്യവേദ പുസ്തകത്തെ ഓരോ പുസ്തകങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, രണ്ടാമത്തെ പുസ്തകം നിങ്ങൾ പറ പുറപ്പാട് പുസ്തകം, മൂന്നാം പുസ്തകം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇവര് പറയും, ഇയാൾ ഇന്ന് പാട്ടുകാർക്കിട്ടാന്നല്ലോ താങ്ങുന്നത്. നിങ്ങൾക്കിട്ടല്ല. അപ്പം ഞാൻ പാട്ട് പാടുന്ന ചിലരോട് ചോദിച്ചു, പുസ്തകക്രമം പറയാൻ അറിയത്തില്ല. എല്ലാവരും അല്ല, ഒരാൾ പറഞ്ഞു പിന്നെ പറയാമെന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ ചോദിക്കത്തില്ല, പേടിക്കുമൊന്നും വേണ്ട. ഇവരോട് ചോദിച്ചാൽ ഇവർ പറയും, മോളൊക്കെ പറയുമെന്ന് എനിക്കറിയാം. ഇല്ലയോ, പറയത്തില്ലയോ? അറിയല്ലേ? ഓ, പുസ്തകക്രമം മാറി. തിരിച്ചു കാണിക്കാൻ പറഞ്ഞാ അപ്പം കവി പണ്ട് പറഞ്ഞ പോലെ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൾപ്രേക്ഷാക്കിയ ലങ്കൃതി. അപ്പം ഇനി ഒരു യോഗത്തിന് ഈ ഏരിയ ഞാൻ വരുമ്പോൾ ഇനി ഞാൻ ചോദിക്കാം, എന്നാലും നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് അനുവാദം തരിക. പിന്നെ തരാം, എന്റെ സമയം മൊത്തം തന്നെ. ഇത് വേറെ ഒന്നും പഠില്ലെങ്കിൽ ഇതങ്ങ് പഠിക്കണം. സ്തോത്രം. അപ്പൊ 66 പുസ്തകങ്ങൾ. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇത് 2 ഭാഗങ്ങളായിട്ടാണ്, പഴയ നിയമവും പുതിയ നിയമവും.
പഴയ നിയമം 39 പുസ്തകങ്ങളാ, പുതിയ നിയമം 27 പുസ്തകങ്ങളാ, നിയമങ്ങളാ. ഉൽപ്പത്തി തൊട്ടും മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ. എഴുതടിക്കുന്ന ആളും നമ്മളാണോ? ഉൽപ്പത്തി തൊട്ടും മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യാവിൻ, ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യാവിൻ, ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യാവിൻ, ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി മുതല് ഉൽപ്പത്തി മുതല് മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 27 പുസ്തകങ്ങളാണ്. ഏതാണ്ട് 40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ടാണ് ഈ 66 പുസ്തകം എഴുതി തീർത്തത്. അല്ലാതെ ഒരാൾ തച്ചി നിരുന്ന് അങ്ങ് എഴുതിയതല്ല. കഞ്ഞിയും വെള്ളം കുടിക്കാതെ പുള്ളി ഇരുന്നങ്ങ് എഴുതി തീർത്തേച്ചേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ എഴുതിയതല്ല. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. മഹാകവികള് പലരും അവരെഴുതാതെ തത്ത പറയുന്നതായിട്ടും അതാ കിളിപ്പാട്ട് പ്രസ്ഥാനം നമ്മൾ സ്കൂളിൽ പഠിച്ചതല്ലേ. ചെഞ്ചോല കിളിപ്പെണ്ണെ ചെഞ്ചമ്മേ വരിക നീ, എന്തോ ഒരു വിശേഷങ്ങൾ പറവാനുണ്ട് തത്തേ. അങ്ങനെ കിളികളെ കൊണ്ട് എഴുത്തച്ഛനെ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ വാരിതി തന്നിൽ തിരമാലകൾ എന്ന പോലെ. അപ്പൊ അവര് ആ നിലയിലാ എഴുതുന്നത്. പണ്ട് ഒരു ശ്ലോകഭാഗം ഞാൻ ചൊല്ലിയാ തെറ്റും, അറിവുള്ളവർ ക്ഷമിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ചൊല്ലിയതാ, മറന്നുപോയി. 51 അക്ഷരാലികളിത വേദമാകുന്ന ജാതിക്കൊമ്പത്ത് അമ്പട് പൂക്കും കുസുമ മുതലേന്തുന്ന പൂന്തേ കുഴമ്പേ ചെമ്പോത്താർബാണടമ്പ പ്രശംസം സുഹൃതപാത്ത സൗഭാഗ്യലക്ഷ്മി ചമ്പത്തെ കുമ്പിടുന്നൻ. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. അക്ഷരശ്ലോകമൊക്കെ ചൊല്ലുമായിരുന്നു. അകത്താരാ വർത്താനം പറഞ്ഞേ? ആ അമ്മ എന്തിനാണ് ഇതിൻ്റെ എല്ലാം നടക്കുന്നത്? അപ്പൊ ശ്രദ്ധിച്ചേ, ജോണച്ച അടങ്ങിയിരിക്കാൻ. അതാരാ അടങ്ങിയിരിക്കാൻ പറ? നമ്മുടെ ആളാണോ? എനിക്ക് തോന്നി അതാ. ബോംബെ നിന്ന് വന്നു കഴിഞ്ഞാണോ ഇങ്ങനെ അസ്വസ്ഥത? കുഴപ്പമില്ല, ഞങ്ങൾ പഴയ സ്നേഹിതരാ ബോംബെ വെച്ച്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകം ഒരാള് തച്ചിലിരുന്ന് എഴുതിയതല്ല. 40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ അല്ലെങ്കിൽ പല രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എഴുതിയ പുസ്തകമാണ്. പക്ഷെ ഇത് വായിച്ചു വരുമ്പോൾ ഒരാൾ എഴുതിയതുപോലെ തോന്നും. അതെന്താ അങ്ങനെ? ഒറ്റവാക്കി പറയാം, ഈ 40 എഴുത്തുകാരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഇത് ഒത്തുവന്നത്. ഇത് ഇണക്കി വേറെ വാക്യങ്ങളുണ്ട്, അത് യോജിച്ച് നിൽക്കുക. ഈ എഴുത്തുകാരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. പല രാജ്യത്ത് ജനിച്ച് ജീവിച്ചവരാ, പല വിഭാഗത്തിൽപ്പെട്ടവരാ. ഇത് ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കൊക്കെ ഇത് അറിയാം. അറിയാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിന് അവരെ അറിയിക്കാനാണല്ലോ യോഗവും. നമ്മളെ അറിയിക്കാനാണെങ്കിൽ അതിനകത്ത് ഇപ്പം ഇരുന്നാൽ മതിയായിരുന്നു. ചിലർക്ക് ഇത് എന്തുവാണെന്ന് അറിയാൻ പറ്റില്ല. എന്നതാണോ ഓരോ എണ്ണാട്ട റോഡിൽ അവിടെ ഇരുന്ന് കൈയടിച്ച് ബഹളം ഉണ്ടാക്കി വെച്ച് പോകുന്നത് എന്താണോ? അത് പറയരുത്, ഇത് മനസ്സിലാക്കണം, ഇത് എന്താന്ന്. അതിനായി ശാന്തമായിട്ട് പറയുന്നു. അങ്ങനെയുള്ള ഈ പുസ്തകം എഴുതിയത് പല ആൾക്കാരും തമ്മിൽ കണ്ടിട്ടില്ല നേരിട്ട്. പല വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ടായി പുസ്തകം എഴുതിപ്പിച്ചിരിക്കുന്നത്.
മീൻ പിടിക്കാൻ പോയ സഹോദരന്മാരെ കൊണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിലെ ചില പുസ്തകം. വൈദ്യനായ പ്രിയ ലൂക്കോസ് ഡോക്ടറാ, അദ്ദേഹത്തെ കൊണ്ടും 2 പുസ്തകം എഴുതിപ്പിച്ചു. ഡോക്ടർ. രാജാക്കന്മാര് ഈ പുസ്തകം, ഇതിനകത്തെ പുസ്തകം എഴുതിയിട്ടുണ്ട്. വിശേഷിച്ച് ദാവീദ് രാജാവ്, ശലോമോൻ രാജാവ് പുസ്തകം എഴുതി. ഭരണ നൈപുണ്യമുള്ളവരെ കൊണ്ടും ഈ പുസ്തകം എഴുതിച്ചു. വിശേഷിച്ച് ദാനിയേലൊക്കെ ആ നിലയിൽ ഉത്കൃഷ്ടരായിട്ട് വിളങ്ങിയ ആൾക്കാരാണ്. കാട്ടത്തിപ്പഴം പെറുക്കുന്ന വ്യക്തിയെ കൊണ്ടും പുസ്തകം എഴുതിപ്പിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവരെ കൊണ്ട് ഈ പുസ്തകം എഴുതിപ്പിച്ചത്. അങ്ങനെ 40 പേര്. ആദ്യ പുസ്തകം എഴുതിയ മോശയും ഒടുവിലത്തെ പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലനും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ 2 പുസ്തകവും പഠിച്ചാൽ ഒരാൾ എഴുതിയതുപോലെ തോന്നും. അത്രയ്ക്ക് യോജിച്ചായി പുസ്തകങ്ങൾ നിൽക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത ഇന്ന് വരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. അത് 1600 കൊല്ലം മുമ്പ് എഴുതിയതാ. അത് അന്നത്തെ വിവരക്കേടിന് എഴുതി വെച്ചതാ. നമുക്ക് അതെല്ലാം കൂടെ പറിച്ചു കീറി കളയാ. ഇല്ല, വേണ്ട, ഒരു തെറ്റുമില്ല. ഇത് എഴുതിയപ്പോഴും എഴുതിയതാ മനുഷ്യനെ മണ്ണ് കൊണ്ടുണ്ടാക്കിയത്. ഇപ്പോഴും അത് തന്നെ ആയി പറയുന്നത്. അല്ലാതെ ആ മണ്ണ് മാത്രമല്ല വേച്ചാച്ചിര മൈദായും കൂടെ ചേർത്തെന്നൊന്നും പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. അപ്പൊ ഈ 5 ദിവസം കൊണ്ട് ഭൂചരകേചര വസ്തുക്കളെയൊക്കെ ദൈവം സൃഷ്ടിച്ചു. വനങ്ങളിലപ്പയ്ക്കെന്തേണ്ട മൃഗങ്ങൾ, നാട്ടിലെ മൃഗഗണങ്ങൾ. വനങ്ങളിലപ്പയ്ക്കെന്തേണ്ട മൃഗങ്ങൾ, നാട്ടിലെ മൃഗഗണങ്ങൾ. ഇവയുണ്ടായത് മാറി തുടക്കത്തിൽ തൃണങ്ങൾ, പല വൃക്ഷാദി ഗണങ്ങൾ, വിത്തുണ്ടാക്കും മറ്റീനങ്ങൾ. ഭൂമിയിൽ നിന്ന് തൃണങ്ങളല്ല വൃക്ഷാദി ഗണങ്ങൾ, വിത്തുണ്ടാക്കും മറ്റീനങ്ങൾ. ഭൂമിയിൽ നിന്ന് ഇളങ്ങി ചാരാവനെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ഭൂചരകേചര വസ്തുക്കളെ അണ്ടകടാകത്ത്, ബ്രഹ്മാണ്ട കോടിടാണ്ടത്ത്, ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ, ഈ താരവ്യൂഹം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനും നോക്കത്തില്ല. ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയും കിടക്കുക കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. ഒരു നക്ഷത്ര കൂട്ടത്തെ എല്ലാം കൂടെ ദൈവം മുദ്രയിട്ട് വെച്ചിരിക്കുക. ആ മുദ്ര പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഒരൊറ്റ ശാസ്ത്രജ്ഞനും കണ്ടുപിടിച്ചില്ല. പിന്നെ എവിടെയെങ്കിലും ഒരു തുമ്പോ തുരുമ്പോ കാണുമ്പോൾ ആ പേപ്പറിന്റെ ഫ്രണ്ടിൽ കണ്ടുപിടിച്ചെന്ന് എന്താന്ന് കോടിക്കണക്കിന് മാറ്റിയിട്ടിരിക്കുക. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായ 60 കോടി എന്നറിയണം. അന്നെണ്ണിയപ്പം ഭൂവിലും മടങ്ങഴും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരോട് 12 ലക്ഷാധികം അർക്കനും നേതിഷ്ഠമാം 5 ലക്ഷം കോടികൾ മൈൽ ദൂരവേ ചരിക്കുന്നെണ്ണ. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരിണാമം. ഈ ഭൂമിയെ വിഴുങ്ങുന്ന വലിപ്പത്തിലുള്ള വേറെ ഗോളങ്ങളുണ്ട്. അതിനെ വിഴുങ്ങാൻ വലിപ്പമുള്ള വേറെ ഉണ്ട്. ഇത്തരം 10 എണ്ണത്തിനെ വിഴുങ്ങാൻ വലിപ്പമുള്ള വേറെ ഉണ്ട്. ഇതുപോലെ കിടക്കുക അണ്ടകടാകം. പണ്ട് നാമം ജപിച്ചപ്പോ ഒരു വരി എഴുതിയിട്ടുണ്ട് ഹരിനാമ കീർത്തനത്തില. നക്ഷത്ര പന്തികളും ഇന്ദു പ്രകാശവുമൊളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയടി. അത് പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. അപ്പൊ നക്ഷത്രങ്ങൾ ഇങ്ങനെ കിടക്കുക, നക്ഷത്ര കൂട്ടങ്ങള്. അപ്പൊ ഇതിനെയെല്ലാം ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ഈ പുസ്തകത്തിൽ എഴുതിയത് ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. അല്ല, ഒരു സാധനം വന്ന് പൊട്ടിയപ്പോ ഇതെല്ലാം കൂടെ 1600 കൊല്ലം കഴിഞ്ഞപ്പോഴേ എഴുതി ഇത് ദൈവം പറയിപ്പിച്ച് എഴുതിയതാണ്. ഇത് വെട്ടത്തില്ല. മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇപ്പോഴും അത് തന്നെ പറയുന്നത്. പണ്ട് പറഞ്ഞത് തന്നെ ഇപ്പോഴും അങ്ങനെ. അല്ല, പറഞ്ഞ പോലെ മണ്ണ് മൈദായും കൂടെ ചേർത്ത് അല്ലല്ല, മണ്ണുകൊണ്ട് തന്നെ. സ്ത്രീ
ആദമിനെ ഗാഠനിദ്ര വരുത്തി ഭാഗത്ത് നിന്ന് ഒരു വാരിയലെടുത്ത് ഒരെണ്ണം എടുത്തിട്ട് ഇത് പരുവമായി 5-6 എടുത്തിരുന്നാൽ ഒരെണ്ണം എടുത്തുന്നിട്ട് ജില്ലയില്ലെന്നാ നിൽക്കുന്നത്. അയ്യോ തമ്പുരാൻ 3-4 ഊരിയിട്ട് എടുത്ത കുഞ്ഞുഞ്ഞമ്മയെ സൃഷ്ടിക്കാഞ്ഞതിനായി ഒന്നായിട്ട് ഇങ്ങനെ ജില്ലയില്ലെന്നാ നിൽക്കുന്നത്. അപ്പോൾ അത് അന്ന് എഴുതി അങ്ങനെ തന്നെ അതിന് മാറ്റമൊന്നുമില്ല. ആകാശവും ഭൂമിയും മാറും, ദൈവത്തിന്റെ വചനത്തിന്റെ പുള്ളിക്കും മാറ്റമില്ല. ഇത് അമേരിക്ക ചെല്ലുമ്പോൾ മാറ്റുന്നതല്ല പ്രമാണം, പേർഷ്യ ചെല്ലുമ്പോൾ മാറ്റുന്നതല്ല പ്രമാണം, കാസർഗോഡ് ചെല്ലുമ്പോൾ മാറ്റുന്ന പ്രമാണമല്ല, തിരുവനന്തപുരത്തൊരു പ്രമാണം, കാസർഗോഡ് അങ്ങനല്ലല്ലോ. ഇത് എന്നേക്ക് സ്ഥിരമായ വചനമാണ്. പിന്നെ നമ്മുടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇത് മാറ്റുന്നുണ്ട്. അതവന് വല്ല കിട്ടപ്പോരനുസരിച്ച് മാറ്റുന്നത്. ഇതിനൊരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. ഇത് സ്വർഗത്തിൽ എന്തിലേക്ക് സ്ഥിരമായ വചനമാണ്. അങ്ങനെയുള്ള ഈ സത്യവചനം വേദപുസ്തകം 66 പുസ്തകം. അതിലെ പുതിയ നിയമത്തിലെ ഓർപ്പിച്ചുള്ള 27 പുസ്തകത്തിലെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് രാത്രി തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഓർപ്പിച്ചല്ലോ, ഈ 66 പുസ്തകം 40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതി. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. 2 ഭാഗങ്ങളായിട്ട് പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകം. അതിലെ പഴയ നിയമത്തിലെ പുസ്തകം 32 എഴുത്തുകാരാണ് ഈ 39 പുസ്തകം എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം, ആ 8 എഴുത്തുകാരിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാരായ 4 പേർ ആരെന്ന് ചോദിച്ചാൽ 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. അങ്ങനെ 4 അപ്പോസ്തലന്മാർ. മറ്റു 4 പേര് അപ്പോസ്തലന്മാരല്ലാത്തവര് യാക്കോബ്, യൂദ, മർക്കോസ്, ലൂക്കോസ്. ഇങ്ങനെ 4 പേര്. ഇതിൽ 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ എപ്പോഴും കൂടെ ശുശ്രൂഷയിൽ സന്തത സഹചാരികളാണ്. 1 മർക്കോസും 2 ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും ശുശ്രൂഷകൾ വളരെ വ്യാപൃതരായി. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് പുതിയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഓർപ്പിച്ചല്ലോ, പുതിയ നിയമത്തിലെ പുസ്തകത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീട് 21 പുസ്തകം ലേഖന പരമ്പരകളാണ്. അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അത് വെളിപ്പെടുത്തിയ പുസ്തകമാണ്. ഓർപ്പിച്ചല്ലോ, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. ആ ചരിത്ര പുസ്തകത്തെ 2ആയിട്ട് തിരിക്കണം. അതിൽ 4 പുസ്തകം ഒരാടെ ചരിത്രമാണ്, മറ്റാരുമല്ല, നസ്രയനാകുന്ന യേശു ക്രിസ്തു. ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടാൽ ആശ്വാസം ഉണ്ടാകുന്ന ചരിത്രം, കേൾക്കുന്നവർക്ക് അനുഗ്രഹവും വിടുതലും ഉണ്ടാകുന്ന ചരിത്രം, നല്ല ചരിത്രം, അപാകതയില്ലാത്ത ന്യൂനതയില്ലാത്ത നല്ല ചരിത്രമായ യേശുവിന്റെ ചരിത്രം. നമ്മുടെ ഒന്നും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ അറിയാതൊരു തുടങ്ങി. അതുകൊണ്ട് ഞായറാഴ്ച എഴുന്നേറ്റ് അധികം സാക്ഷ്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. നിന്നിങ്ങനെ കറങ്ങുമ്പോൾ പിള്ളേർ തുടങ്ങി. ദൈവത്തെ ഓർത്ത് എഴുന്നേക്കരുത്. പിന്നെ പ്രാർത്ഥനാ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുന്നേറ്റ് നിന്ന് കറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അത് എഴുതി കൊടുത്തേക്കണം. ദൈവരാസനയിൽ ഒരു വിഷയമുണ്ട്, പ്രാർത്ഥന. അല്ല ചുമ്മാ എഴുന്നേറ്റ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കണം, നല്ലവനും വല്ലവനും ഹാലേലൂയ എന്നെ പ്രാകുക എല്ലാവരും ഇട്ടിരുന്ന് വയ്യാവേലി എഴുന്നിട്ട് സമയം മെനക്കെടുക്കുകയാണല്ലോ എന്ന്. അതുകൊണ്ട് നമ്മുടെ ഒന്നും സാക്ഷ്യങ്ങൾ അധികം പറയാതിരിക്കുന്നതാ നല്ലത്. അതെ, ചരിത്രമൊന്നും അധികം പറയണ്ട. നല്ല ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. കേൾക്കാൻ സുഖമുള്ള ചരിത്രമാണ് യേശു ക്രിസ്തുവിന്റെ ചരിത്രം. യാതൊരു അപാകതകളും ന്യൂനതകളും ഇല്ലാത്ത നല്ല ചരിത്രമാണ് ക്രിസ്തുവേശുവിന്റെ ചരിത്രം. മാത്രമാണ് കേൾക്കുന്നവർക്കെല്ലാം വിടുതൽ കൊടുക്കുന്ന ചരിത്രമാണ്. രോഗികളായി ഭാരപ്പെട്ട ആരേലും ഇത് കേട്ടുകൊണ്ടിരുന്നാൽ ഈ ചരിത്രം കേൾക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകും. അതാണ് ചരിത്രത്തിന്റെ വിശേഷത. മനോവേദനയോടെ, മനോഭാരത്തോടെ, മനോദുഃഖത്തോടെ
ആരെങ്കിലും ഇത് കേട്ടിരിക്കുന്നെങ്കിൽ ഈ ചരിത്രം കേട്ട് കഴിയുമ്പോൾ മനോദുഃഖമെല്ലാം മാറും. ക്ഷീണിതരായി, നിരാശാഭരിതരായി, ആത്മഹത്യ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും ഇത് കേട്ട് ഈ ചരിത്രം കേട്ടിരിക്കുന്നെങ്കിൽ ഈ ചരിത്രം തീരുന്നതിന് മുമ്പ്, ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം തരുന്നവനാണ്. ഇന്ന് രാത്രിയിൽ നല്ല ചരിത്രമാണ് യേശുക്രിസ്തുവിന്റെ ചരിത്രം. ദൈവത്തിന്റെ മഹത്വം. കനകാസുനുമായി നരകിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നരികിൻ സന്തതി ഇവൻ താനേ. അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നരികിൻ സന്തതി ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല ചരിത്രമായ യേശു. ഇന്ന് വയ്യാത്ത കൊണ്ട് ഓരോ വലിയ പാടുന്നു, ശ്വാസം പിടിച്ച് പാടാൻ വയ്യ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ചരിത്രം കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, നല്ല ചരിത്രം. അതാണ് 5 ചരിത്ര പുസ്തകത്തിലെ 4 ചരിത്ര പുസ്തകത്തിലെയും വിഷയം. അവിടുത്തെ തിരുപ്പിറവി, അവിടുത്തെ ജീവിതം, അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ ക്രിയകള്, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു, അവിടുന്ന് ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു, ഒടുവിൽ അവിടുന്ന് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ഇനി അവിടുന്ന് തിരിച്ചു വരും. ദൈവത്തിന്റെ മകൻ. ഇതാ ചരിത്രം. സ്തോത്രം. അത് ഇങ്ങനെ ഒരു ചരിത്രം വേറെ ആർക്കും പറയാനുമില്ല, പറയത്തുമില്ല. എല്ലാരും മരണം കൊണ്ട് ചരിത്രമൊക്കെ നടത്തും. സമാപ്തി, തീർന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശേഷത മരിച്ചു കഴിഞ്ഞും ഇന്നും ജീവിക്കുന്നവനാ. സ്തോത്രം. ഈ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ മരിക്കാനാ. അത് അവിടുന്ന് ശുശ്രൂഷയുടെ ഇടയ്ക്കിടയ്ക്ക് കൂടെ പറയാറുണ്ട്, മനുഷ്യപുത്രൻ മരിക്കാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രൻ മരിക്കാൻ വന്നതാ. മനുഷ്യപുത്രനെ ഉപദ്രവിക്കും, മനുഷ്യപുത്രനെ അവർ തല്ലും, മനുഷ്യപുത്രനെ പീഡിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മരിക്കാൻ വന്നെന്ന്. നമ്മളെ ഇടയ്ക്ക് ആരെങ്കിലും കൊല്ലുവെന്നെങ്ങാനും ഒരു ശ്രുതി കേട്ടാൽ പിന്നെ ഒന്നേ നമ്മൾ വെളിയിലിറങ്ങത്തില്ലേ, പിന്നെ ഗവൺമെന്റിന് അറിവ് കൊടുത്തേച്ച് നമുക്ക് അതിനുള്ള സെക്യൂരിറ്റിയും അങ്ങനെയൊക്കെ ധാരാളം ആൾക്കാർ പോകുന്ന പോക്ക് കണ്ട ഒന്നും അറിയാൻ മേല. സ്തോത്രം. പണ്ടൊരാള് ഭാര്യയും ഭർത്താവിനെ വഴക്കുണ്ടാക്കുമ്പോൾ ഭാര്യ പറഞ്ഞ് ഞാൻ അടിച്ചാടിച്ചാകാൻ പോവാണ്, ആറ്റിച്ചാടിച്ചാകാൻ അങ്ങോട്ട് പോയപ്പം ചാറ്റമഴ. ഉടനെ വന്നാൽ മുറവെടുത്ത് ചൂടി പോവുക. ചാറ്റമഴ ഉണ്ടാകുക. ഈ ആറ്റിച്ചാടിച്ചാകുന്ന എന്തിനാ മുറം മേളി വെക്കുന്നത്? വെള്ളത്തിലോട്ടല്ലേ ചാടുന്നത്. ചുരുക്കി പറഞ്ഞ ഇത് യാതൊന്നും അല്ല, ചുമ്മാ പറയുന്ന യാകുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു മരിക്കാനായിട്ട് വന്നെന്ന് കൂടെ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഇടയ്ക്ക് കയറി പറയാം. ഇവിടെ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും കഴിവുള്ളവരൊക്കെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ജീവിച്ച് ചരിച്ച് മരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു, ജീവിതത്തെ പറ്റി. പക്ഷേ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയാ കൂടുതലും പറയുന്നത്. മറ്റാരുടെയും മരണത്തെ പറ്റി ഇതുപോലെ വിസ്തരിക്കാറില്ല. ദിവംഗതനായി, നാട് നീങ്ങി, കാലം ചെയ്തു. പണ്ടൊരാളെ പറഞ്ഞ് കാലം ചെയ്തതാന്ന് പറഞ്ഞു. ഇതെല്ലാം കാലം ചെയ്തതാ. കാലനും എന്തെങ്കിലും ചെയ്യണ്ടായി. അപ്പൊ മറ്റുള്ളവരെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് വിടുക. പക്ഷേ യേശുക്രിസ്തുവിന്റെ തിരുമരണത്തെ പറ്റി ഇതുപോലെ ആരും പറയാറില്ല. എല്ലായിടത്തും പറയില്ലേ. ഇന്ന് രാത്രി എത്രയോ വേദികളിലാ ക്രിസ്തുയേശുവിന്റെ മരണത്തെ പറ്റി പറയാം. ഇന്ത്യയുടെ ബഹുമാന്യ രാഷ്ട്രപിതാവ് മഹാത്മജി അദ്ദേഹം മരിച്ച ദിവസം ചുമതലപ്പെട്ടവര് അനുസ്മരണമൊക്കെ അദ്ദേഹം ചെയ്ത കാര്യങ്ങള്, നല്ല കാര്യങ്ങളെല്ലാം പറയും ഇല്ലേ. ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം ഓർക്കും, ഫോട്ടോയൊക്കെ വെക്കും.
രാജീവ് ഗാന്ധി മരിച്ച ദിവസം ഓർക്കും. അങ്ങനെ രാഷ്ട്രീയ നേതാക്കള്, മന്ദത്ത് പത്മനാഭൻ അവർകൾ മരിച്ച ദിവസം മന്ദം സമാധി, ശ്രീനാരായണ ഗുരു അവർകൾ അതിന് അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സമാധി, ചട്ടമ്പി സ്വാമി, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമി, പണ്ഡിറ്റ് കറുപ്പൻ, അയ്യങ്കാളി, ഇങ്ങനെയുള്ള സാമുദായിക നേതാക്കന്മാരും ഭരണപരിഷ്കർത്താക്കള്, അതുപോലെ നാട് നീങ്ങിയ രാജാക്കന്മാർ, ചിത്രതിരുനാൾ അടക്കമുള്ള അത് മുൻപും പിൻപുമുള്ള എല്ലാവരും, അവരൊക്കെ മരിച്ച ദിവസം എല്ലാവരും ഒന്ന് ഓർക്കും. അന്ന് ചടങ്ങുകളൊക്കെ കാണും, ചിലപ്പം അനുസ്മരണം കാണും, പ്രസംഗങ്ങൾ കാണും. അത് അന്നുകൊണ്ട് തീർന്നു. പക്ഷേ യേശുക്രിസ്തുവിന്റെ വിശേഷത എല്ലാ ദിവസവും ഈ മരണത്തെ പറ്റി പ്രസ്താവിക്കുക. ഇതുപോലെ എല്ലാ ദിവസവും ഒരു വ്യക്തിയുടെ മരണത്തെ പറ്റി എങ്ങും പറയുന്നില്ല. അതെന്താ? ഈ മരണത്തിന് പ്രാധാന്യത ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഈ മരണം വിശേഷതയുള്ള മരണമാണ്. നമുക്കതിന്റെ സമയപരിധിയിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ കർത്താവ് ശരണം പെടുകയാണ്. ദൈവത്തിന്റെ മഹത്വം, അതായത് ചരിത്രത്തിന്റെ വിശേഷത. നമ്മള് പ്രസംഗത്തിനിടയിലാണെങ്കിലും സംസാരത്തിനിടയിലായാലും മരിക്കുമെന്ന് പറഞ്ഞാൽ പറയും, ആവശ്യമില്ലാത്ത വർത്താനം പറയാന് അല്ലേ? യേശുക്രിസ്തു കൂടെ കൂടെ പറയാ, മനുഷ്യപുത്രൻ മരിക്കാൻ പോവുക ഇല്ലേ? എന്തിനേറെ നമ്മൾ പാട്ട് പാടുമ്പോ തന്നെ ഇപ്പൊ നമ്മളെല്ലാം കൂടെ ചേർന്ന് പാടുക, സമയത്തിൽ ഞാൻ, ഇത് പഴയ അമ്മമാര് പറയും, അത് വേറെ ഒരു പാട്ടും കിട്ടിയില്ല, അയാൾ എന്നെ നോക്കിയാ പാടിയത്. പേടിയാ, എല്ലാവർക്കും പേടിയാ. പേടിയില്ലെന്ന് പറയുന്ന പുള്ളിക്കും പേടിയാ. ഭാഷക്ക് വേറെ എന്തെല്ലാം പാട്ട് പാടാൻ ഉണ്ട്. ഈ സമയം പോയ നേരത്തെ ഈ പാട്ട് തന്നെ എന്റെ വായും പേടിച്ചിട്ടായി പറയാൻ. അപ്പൊ ഇവിടെ എല്ലാവർക്കും മരിക്കാനും മരണത്തെയും ഭയമാണ്. എന്നാൽ യേശുക്രിസ്തു കൂടെ കൂടെ പറഞ്ഞു മരിക്കാൻ വന്നതാ. മനുഷ്യപുത്രൻ മരിക്കാൻ പോവുക. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, കുറഞ്ഞൊന്നും കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്തോത്രം കാണും. അതെ, യേശുക്രിസ്തുവിന്റെ ചരിത്രം കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കുന്ന ചരിത്രം, നല്ല ചരിത്രം, അതാ ക്രിസ്തുയേശുവിന്റെ ചരിത്രം. അടുത്ത പുസ്തകം, 5-ാമത്തെ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അത് ആദിമ സഭയുടെ ചരിത്രമാണ്. അതിനുശേഷമായിട്ട് 21 ലേഖനങ്ങൾ, ഓർപ്പിച്ചല്ലോ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല. വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കമ്പിവാചകം പോലെ നമുക്ക് ചിന്തിക്കാൻ. എപ്പോഴാ പ്രസംഗം നിർത്തണ്ടേ? വായിച്ചോടി ഞാൻ തരും, വായിച്ചോ പെട്ടെന്ന്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേ. ഏത് വചനം? തെസ്സലോനിക്കർക്ക് 2 ലേഖനം പൗലോസ് എഴുതി. എന്നോട് ചുമതലപ്പെട്ട ബഹുമാന്യ കർത്തദാസൻ 9:30 പ്രസംഗം നിർത്താൻ പറഞ്ഞു. കൃത്യം 9:00 നിർത്തുകയും ചെയ്യും. അപ്പോൾ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഏത് വചനം? തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി, 1-ഉം 2-ഉം ലേഖനം. ഞാൻ എപ്പോഴും പറയും, 2 ലേഖനത്തിൽ 2 വിഷയം, 2 പ്രത്യക്ഷത. അത് 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. ഇനി കമ്പിവാചകം പോലെ പറയാം. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാ. വായിച്ചേ 2-ാം ലേഖനം 2-9. കടികടാന്ന് വായിച്ചോണം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമാണ് അധർമ്മമൂർത്തി. ചെയ്യുന്നത് മുഴുവൻ ധർമ്മവിരുദ്ധമായ കാര്യമാണ്. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴി ഒരുക്കും നിസങ്ങൾ, ഭൂമിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ, എന്നുള്ളത്തിൽ ആശ നിൻ. അവിടെ ഇരുന്നു സമയമില്ല. അപ്പം പിന്നെ ഉള്ളത് ശ്രുതി, നമ്മൾ 2 ശ്രുതി ചേർന്ന് വരുമ്പോ സമയം പോകും. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി
വഴിയൊരുക്കും നിസങ്ങൾ, ഭൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ, എൻ പ്രിയനെ എന്തിനീ താമസമോ. അപ്പൊ ശ്രദ്ധിക്കുക, അധർമ്മമൂർത്തികളുടെ പ്രത്യക്ഷത. രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഓർപ്പിച്ചല്ലോ, ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കെല്ലാം അറിയാം, ഒന്നാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായം അല്ലയോ ദൈവദാസനെ? കൂടെ 5 അധ്യായം. അപ്പൊ 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വായിച്ചോ. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ാം അധ്യായത്തിന്റെ 13, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ, 5-ാം അധ്യായത്തിന്റെ 23, ആദ്യം 1-ന്റെ 8, 9, 10 ആയിരം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന്, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ വരുന്നത് കാത്തിരിക്കുന്നു. യേശു ക്രിസ്തു വീണ്ടും വരും, പ്രത്യക്ഷപ്പെടാൻ പോകുക. 2-19 നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് നൽകിച്ചു. 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 5:23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. അവിടുത്തെ പ്രത്യക്ഷത. അപ്പോൾ 1-ാം അധ്യായത്തിലെ വിഷയം ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാണ്. ഓർപ്പിച്ചല്ലോ, 1-ാം ലേഖനത്തിന് 5 അധ്യായങ്ങളാണ്. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഈ 1-ാം അധ്യായത്തിന്റെ 9 ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് തെസ്സലോനിക്കരോട് പൗലോസ് ചോദിക്കുകയാണ്, അല്ലയോ തെസ്സലോനിക്കരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാണ് പ്രവേശനം സാധിച്ചത്? എല്ലാം വിവരിക്കുന്നില്ല. പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയില് തെസ്സലോനിക്കയിൽ എത്തി. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അങ്ങനെ ഒരു യാത്ര ചെയ്ത് വന്ന് പല ഇടങ്ങളൊക്കെ താണ്ടി ഫിലിപ്പിയിലൊക്കെ വന്നു. ഫിലിപ്പിയിൽ നിന്ന് ഇവര് തെസ്സലോനിക്കയിലെത്തി. എല്ലാം വായിപ്പിച്ച് സമയം എടുക്കുന്നില്ല. 17-1 വായിച്ചേ. 17-1 അപ്പോസ്തല പ്രവൃത്തി 17. അവർ അംഫിപൊലിസിലും അപ്പൊലോനിയിലും കൂടെ കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് വായിപ്പിച്ച് സമയം കളയുന്നില്ല. തെസ്സലോനിക്കയിൽ എത്തി പൗലോസ്. അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ ശുശ്രൂഷിച്ചു. 3 ശബത്തില് തിരുവെഴുത്തുകളെ ആധാരമാക്കി വചനം പറഞ്ഞു. ആ വചന ശുശ്രൂഷയിൽ യഹൂദന്മാരിൽ കുറച്ച് പേര്, പക്വതയുള്ള യവനന്മാരുടെ വലിയ കൂട്ടം, മാന്യ സ്ത്രീകളിൽ അനേകര് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ തെസ്സലോനിക്കയിൽ ഒരു സഭയുണ്ടായി. ഇങ്ങനെ തെസ്സലോനിക്ക സഭ ആരംഭിക്കുന്നത്. അതാ 1-ാം അധ്യായത്തിൽ ചോദിച്ചത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള. ഈ സഭയ്ക്ക് ഒത്തിരി വിശേഷതയുണ്ട്. ഏത്? തെസ്സലോനിക്ക സഭയ്ക്ക്. എന്താ ഇവരുടെ വിശേഷത? 1-ാം അധ്യായത്തിന്റെ 8 വായിച്ചേ. ചടികടാന്ന് വായിക്കണം. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും ആഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമാണ്. തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശേഷത 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. എന്റെ പ്രിയരെ, പേരും പടവും ഒന്നും നോട്ടീസ് വന്നില്ലെങ്കിലും നമ്മുടെ വിശ്വാസം പ്രസിദ്ധമാകണം. എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ? നമ്മളെ ചിലരെ വിശ്വാസികൾ എന്നാ വിളിക്കുന്നേ. വിശ്വാസമൊന്നുമില്ല പലർക്കും, എന്നാലും വിളി ഇല്ലേ? അങ്ങനെ നമ്മൾ പറയത്തില്ലേ, കടയിൽ ചെന്ന് നെയ്യപ്പം തരാൻ, അതിനകത്ത് വലിയ നെയ്യുണ്ടോ? നല്ല വെളിച്ചെണ്ണ പോലും അല്ല, ഓയില്ല. 2 ദിവസം കഴിഞ്ഞാൽ കനയ്ക്കും. പക്ഷെ പേരിപ്പോഴും പറ, നെയ്യപ്പം വന്ന നെയ്യറുതാണോ ഉണ്ടാക്കുന്നത്? നെയ്ക്കകത്താണോ പറ? നെയ്ക്ക് എന്തോ വിലയാ?
വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് എത്രയാ? 400. ആരാ വെളിച്ചെണ്ണയ്ക്കകത്തുണ്ടാണ്? സൺഫ്ലവർ, പിന്നെന്തുവാ, പാം ഓയില്, പിന്നെ ഒന്നും ഉപയോഗിക്കുന്നില്ലയോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പേരിപ്പോഴും നെയ്യപ്പം വന്ന ഇല്ലയോ? ഈ മൂലമറ്റത്തിനടുത്തൊരു സ്ഥലമുണ്ട്, പാലാർ. ഒരു തുള്ളി പാല് പോലും ഇല്ല. പേരെന്തുവാ? ഞാന് സ്ഥലം പറയുന്നില്ല. ഒരു സ്ഥലത്ത് യോഗം കഴിഞ്ഞപ്പം അവിടുത്തെ ദൈവദാസൻ പറഞ്ഞു, മഹായോഗം ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു, ദൈവദാസനെ ഉപയോഗിച്ചു, ദേശത്തിന് അനുഗ്രഹമാണ്. ഇപ്പോൾ ഈ മഹായോഗം പ്രാർത്ഥിച്ച ആശീർവാദം പറയാൻ കർത്താവിന്റെ വലിയൊരു ദാസൻ ആരോഗ്യസ്വാമി മുമ്പോട്ട് വരും. അപ്പൊ ഞാൻ കണ്ണടച്ചിരിക്കുക. ഇച്ചിരി കഴിഞ്ഞിട്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ കണ്ണ് തുറന്ന് നോക്കി, ആരോഗ്യസ്വാമി 2 പേരൊരു വല്യപ്പനെയും പിടിച്ചുകൊണ്ട് വരിക. അപ്പം പുള്ളി ഇങ്ങനെ വരിക. അപ്പൊ ഞാൻ ചോദിച്ചു, അതാരാന്ന് ചോദിച്ചു. അതാണ് ആരോഗ്യസ്വാമി. എഴുന്നേറ്റ് നിൽക്കണ ഇടവും വലവും 2 പേര്. പണ്ട് പുള്ളിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, ഇപ്പം പക്ഷെ പേരിപ്പോഴും ആരോഗ്യസ്വാമി. ഇത് തന്നെയല്ലേ നമ്മുടെ ഇരിപ്പ് കണ്ടിട്ടും. വിശ്വാസികൾ എന്നാ പേര്, പക്ഷെ യാതൊരു വിശ്വാസവും ഇല്ല. അങ്ങനെ ധാരാളം ഉണ്ട്. ഞാന് പണ്ടൊരു സ്ഥലത്ത് യോഗത്തിന് ചെന്നപ്പോഴ് നല്ല തീവണ്ടി യാത്രയാ. രാത്രി മുഴുവൻ യാത്ര ചെയ്തു. രാവിലെ നല്ല ക്ഷീണം. അപ്പം അന്ന് എന്തെങ്കിലും കഴിക്കാം, ചെല്ലുന്നവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നോർത്ത് ഒരു ഹോട്ടലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. നടന്നു ചെന്നു. അപ്പം ഇപ്പോഴും ഓർക്കുന്ന ഹോട്ടലിന്റെ പേര് വായിച്ചു, ആനന്ദവിലാസം ഹോട്ടല്. അകത്തോട്ട് കയറിയപ്പോൾ ഷർട്ട് വന്ന് വിടാത്ത ഒരു പ്രിയപ്പെട്ടവനെ ഒരു തോർത്തുണ്ട്. തോർത്തിങ്ങനെ തൊള്ള, അത് കരിക്ക് കുത്തിയിടാൻ പരുവത്തിനാണ് നിൽക്കുന്നത്. എന്നാൽ വീട്ടെ മുറുക്കി തുപ്പി കടവായി കൂടെ എല്ലാം ഒഴുകിയിട്ടുണ്ട്. 2-3 പല്ലില്ല, അതിൻ്റെ അപാകതയുണ്ട്. ഇരിക്കുമ്പം മുറുക്കി തുപ്പി ഒഴുകുക, ഒരു പരുവക്കേടില്ല ഇരിക്കുന്നത്. അപ്പം പുള്ളി മാനേജരാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് കഴിക്കാൻ? അപ്പവും മുട്ടയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കടലക്കറിയുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, 2 അപ്പവും 1 മുട്ടയും തരാൻ പറഞ്ഞു. മുട്ടക്കറി. 2 അപ്പവും 1 മുട്ടക്കറിയും കൊണ്ടുവന്ന്, വിശപ്പുമുണ്ട്, ക്ഷീണമുണ്ട്. രാത്രിയിലെ തീവണ്ടി യാത്രയിൽ ഭക്ഷണമൊന്നും ശരിക്കും കിട്ടിയില്ല. അപ്പം കഴിക്കാന്നോർത്ത് അപ്പം എടുത്ത് കടിച്ചപ്പോൾ അപ്പത്തെ കല്ല്, മുട്ട എടുത്ത മുട്ടയിലെ തള്ളയുടെ മുടിയെങ്ങാണ്ടാ ചുറ്റിയിരിക്കുക. പിന്നെ നമുക്ക് ഈ ബന്ധനം അടിക്കുന്ന ശുശ്രൂഷ ഉള്ളത് കൊണ്ട് അങ്ങനെ നമുക്കുള്ള അഴികെട്ടെന്നല്ലേ നമ്മൾ ഈ പറയുന്നത്. ഞാൻ പിന്നെ അതിൻ്റെ ബന്ധനം അഴിച്ചു, മുട്ടയുടെ ബന്ധനം അഴിച്ചു, കാരണം മുടി അഴിച്ചെടുത്ത്. പക്ഷെ ഈ അപ്പത്തിൽ കല്ലായതുകൊണ്ട് വലിയ സങ്കടമായിപ്പോയി. മുടി നല്ലതാണ്, നമ്മൾ എത്ര പവിത്രമായിട്ടാ മുടി എനിക്ക് ആകാരത്തിലൊരു മുടി കടന്നാലത് എനിക്ക് വിഷയമില്ല. പക്ഷെ കല്ല് കടിക്കുമ്പോൾ എനിക്ക് പ്രയാസമാണ്, പല്ലിനുമൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അപ്പം പിന്നെ കഴിച്ചില്ല, ഈ മുട്ട കഴിച്ചു. മുടി എന്ന് കളഞ്ഞേച്ച് ഞാൻ മുട്ട കഴിച്ചു. അത് കഴിഞ്ഞ് മാനേജർ അവിടെ ചെന്ന്, പരിചയമില്ലാത്ത സ്ഥലമല്ലേ, വളരെ ലോഹ്യമായിട്ട് തന്നെ ഇടപെട്ട് ഞാൻ പറഞ്ഞ എത്രയായി പൈസ പറഞ്ഞ് പൈസ കൊടുത്തു. അപ്പം ഞാൻ ഒരു ലോഹ്യമാണ്. ഞാൻ ചോദിച്ചു, പേരെന്താണെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, പേര് സുന്ദരൻ പിള്ള. നല്ല സുന്ദരനാ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും ആ ഹോട്ടലിലില്ല. ഏതാ ഹോട്ടലിൻ്റെ പേര്? ആനന്ദവിലാസം. ആനന്ദത്തോടാന്നോ ഞാൻ പോകുന്നത്? അപ്പം അതില്ല. അങ്ങേരുടെ പേര് സുന്ദരൻ പിള്ള. ഇത് തന്നെ നമ്മൾ പറയില്ലേ വിശ്വാസഭവൻ, അതിനകത്തിരിക്കുന്ന ഒരെണ്ണത്തിന് വിശ്വാസമില്ല. അതിന്റെ കാരണം ചെല്ലു പറയുന്നത് കേട്ടില്ലയോ? ആരാധന കഴിഞ്ഞ് വെച്ച് മെഡിക്കൽ കോളേജിലോട്ട് പോവുക പാസ്റ്റർ പ്രാർത്ഥിച്ച് അങ്ങോട്ട്. പണ്ടത്തെ പെന്തിക്കോസ് മെഡിക്കൽ കോളേജ് ഉപേക്ഷിക്കുന്നതിനകത്തോട്ട് കയറ്റുക, പ്രാർത്ഥിച്ച് വിടുതല, കുറ്റം പറഞ്ഞതല്ല. അപ്പൊ തെസ്സലോനിക്കരുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. ഓടിച്ചു പറയാം. 2, ഇവരുടെ വിശേഷത 1:7 വായിച്ചേ. 1:7. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും ആഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയാണ്. 2, ഇവര് മാതൃകാ വിശ്വാസികളാണ്. 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസി. ഈ മാതൃകാ വിശ്വാസിയായിട്ട് ജീവിക്കണേ വലിയ ബുദ്ധിമുട്ടാണ്. അധികം വിവരിക്കുന്നതിൽ എന്തുവാ ഇവരുടെ മാതൃക? 2-3 മാതൃക പറയാം. എന്താ തെസ്സലോനിക്കരുടെ മാതൃക? 6-ാം വാക്യം വായിച്ചേ. 1:6 ഒരു മാതൃക.
ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അതാണ് ഒന്നാമത്തെ മാതൃക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രി ഈ പന്തലിൽ, ഈ ഗ്രൗണ്ടിൽ, ഈ വഴിത്തലയ്ക്കൽ, ശബ്ദപരിധിയിൽ കേൾക്കുന്ന പലർക്കും വിവിധമാകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും കാണും. പക്ഷെ ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ഈ കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവസന്നിധി വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. അതാ ഇവരുടെ മാതൃക. ഇവിടെ ഇരിക്കുന്നവർക്ക് രോഗം കാണും, കടഭാരം കാണും, വീടില്ലാത്തവർ കാണും, തലമുറയുടെ ഭാവി ഓർത്ത് ഞരങ്ങുന്നവർ കാണും. അവൻ പലവിധ പ്രശ്നങ്ങളിൽ കൂടി വലയുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. വചനത്തിന് ശക്തിയാണ്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് ഉലയിടുക്കി ശുദ്ധ ചെയ്ത ദൈവവചനമാ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവവചനമാ. ഇത് അണ്ണാക്കിന് മധുരമുള്ള ദൈവവചനമാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടവർത്തിക്കും. കോപപ്പെട്ട വചനം തീ പോലെ ശുദ്ധിയ 107 സങ്കീർത്തനം ഇത് വായിക്കുന്നത് അവനവന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. നമ്മുടെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. വചനം നിന്നെ ശുദ്ധീകരിക്കും, വചനം നിന്നെ ബലപ്പെടുത്തും, വചനം സൗഖ്യം തരുമെന്ന് അതിവേഗത്തിലോടുന്ന ദൈവവചനം. ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ ഇത് ക്രിയ ചെയ്യേണ്ട ഇടങ്ങളിൽ ചെന്ന് ക്രിയ ചെയ്യും. അതാണ് ദൈവവചനം. ഈ വചനം ഇവരെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അതാ ഒരു മാതൃക. അപ്പൊ ഒന്നാമത്തെ മാതൃക, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. രണ്ടാമത്തെ ഒരു മാതൃക, ആ 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. രണ്ടാമത്തെ മാതൃക, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത്. അപ്പൊ രണ്ടാമത്തെ മാതൃക, ഇവരുടെ അടുക്കൽ നിന്ന് സുവിശേഷം എല്ലാ ഇടങ്ങളിലും ചെന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലായിടത്തും ചെല്ലേണ്ടതാ സുവിശേഷം. ഒരു കോണിൽ, ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിൽ, ഒരു പഞ്ചായത്തിൽ, അല്ലെങ്കിൽ ഒരു വാർഡിൽ, ഒരു താലൂക്കിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ, ഒരു ജില്ലയിൽ, ഒരു സംസ്ഥാനത്ത്, ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല സുവിശേഷം. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. എന്തുവായി സുവിശേഷം? സുവിശേഷം ആളെ കൂട്ടുകയോ ബഹളമായ പ്രാളമല്ല. സുവിശേഷം ഒരു പ്രക്രിയ. അത് മറ്റാരുമല്ല, നസറയനായ യേശു ക്രിസ്തു. സുവിശേഷമാരുടെയും കുത്തകയല്ല. സുവിശേഷം ഒരു കുടുംബത്തിന്റെ, ഒരു സഭയുടെ, ഒരു സംഘടനയുടെ കുത്തകയല്ല. സുവിശേഷം സകല മനുഷ്യർക്ക് വേണ്ടിയുള്ളതാ. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നസറയനാകുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്ന സുവിശേഷം. എന്തിനാ സുവിശേഷം? സുവിശേഷം സകല മനുഷ്യനും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2:11 വായിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചല്ലോ എന്നാ. വായിച്ചേ 2:11 പെട്ടെന്ന് വായിച്ചു. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈലും നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. സാധാരണ ചില ഉപദേശമാര് പറഞ്ഞ പോലെ കയ്യും കാലും ഒന്നും പൊക്കുകയും വേണ്ട. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്ത് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കും, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി എന്റെ പാപത്തെ മോചിച്ച് എന്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. സുവിശേഷം സകല മനുഷ്യന് രക്ഷയ്ക്കാം. ആരാ കേൾക്കേണ്ടത്? എല്ലാരും കേൾക്കണം. 49:1 വായിച്ച സങ്കീർത്തനം, നമുക്കിതെല്ലാം അറിവുള്ള വാക്യമാണ്. സങ്കീർത്തനം 49:1 പെട്ടെന്ന് വായിര്. സകല ജാതികളുമായുള്ളവർ ഇത് കേൾപ്പി. സകല ജാതികളുമായുള്ളവർ ഇത് കേൾപ്പി. ഇതൊരു ഗ്രൂപ്പുകാരോ സഭക്കാര് മാത്രം കേൾക്കേണ്ടതല്ല, സകല ആൾക്കാരും കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. നമ്മളിവിടെ പറയാനില്ല, കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. ആവശ്യമില്ലാത്ത ഒന്നും പറയത്തില്ല. നീ അവന്റെ പടലി എടുത്തോണ്ട് വാടാ വത്സ, നിന്നി പ്രസാദിക്കുക എന്നും പറഞ്ഞ് നിൽക്കുകയല്ല. ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇവിടെ അടിച്ചാൽ തിരിച്ചടിക്കരുത്, ഇവിടെ കൂടെ കാണിക്കണമെന്ന്. അതായി പറയുന്നത്. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക. അതായി പറയുന്നത്. ഉടുപ്പ് ചോദിക്കുന്നവന് പുതപ്പും കൂടെ. ഇതാ സുവിശേഷം. സ്തോത്രം. 70 വട്ടം ക്ഷമിക്കണം. അതാ സുവിശേഷം. അതൊന്നും താല്പര്യമില്ലെന്ന് തോന്നുന്നു.
അതുകൊണ്ടാണ് ഇതെല്ലാരും കേൾക്കണമെന്ന് പറയുന്നത്. ആ മതത്തിൽപ്പെട്ടവനെ കൊന്നേച്ചു വാടാ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. അല്ല, ഒരുത്തരെയും കൊല്ലരുത്, മതസ്പർദ്ധയെ ഉണ്ടാക്കരുത്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. എല്ലാ വ്യക്തികൾക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, എല്ലാവർക്കും ഉണ്ട്, അതിൻ്റെ വ്യക്തിത്വമുണ്ട്. ഹൈന്ദവനോ മുസ്ലിം സഹോദരനോ ബുദ്ധനോ ജൈനനോ പാഴ്സിയോ അല്ലെങ്കിൽ അക്രൈസ്തവനോ നിരീശ്വരവാദി ആരുമാകട്ടെ, എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്. ഈ സുവിശേഷത്തിന്റെ വിശേഷത കൊല്ലാൻ പറയുന്ന മാർഗമല്ല, തമ്മിത്തല്ലുണ്ടാക്കുന്ന മാർഗവും അല്ല. സ്തോത്രം, സ്തോത്രം. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മാർഗമാണ്. സ്തോത്രം. തന്നെ കൊല്ലാനായിട്ട് ഒറ്റിക്കൊടുത്ത യൂദ വന്നപ്പോഴും കർത്താവ് സംബോധന ചെയ്തത് സ്നേഹിത എന്നാണ്. ഇതാ സുവിശേഷം. അതാ പറഞ്ഞ ഇതെല്ലാരും കേൾക്കണം, എല്ലാരും കേൾക്കണം. അതാ ഇതിന്റെ മാർഗം. അതാ ചില ആൾക്കാര് പറയുന്നത് പെന്തിക്കോസുകാർ ചുമ്മാ ഒച്ചപ്പാടും ബഹളമുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ സഭയിലോട്ട് വാ, എന്തുവാ ഞങ്ങൾ ഇതുങ്ങളോട് പറഞ്ഞു, ഇതുങ്ങൾ പിന്നെ എല്ലാം അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാ വിഷയം. നല്ല കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പനെ അമ്മയും ബഹുമാനിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, അയലത്തുകാരെ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ, ഇതൊക്കെയായി പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ എല്ലാവരും ഒന്നും അനുസരിക്കുന്നില്ല, അതായിക്കോട്ടെ സങ്കടം. അതിനാ പിന്നെയും ഞങ്ങൾ ഇങ്ങനെ യോഗം നടത്തി ഇതുങ്ങളോട് ഇതെല്ലാം ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. ഇതാ സുവിശേഷം. സകല മനുഷ്യനും രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, ഗിണി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഏത്തക്കൊല കൊടുക്കണ്ട, പൂവങ്കൊല കൊടുക്കണ്ട, കതല് കൊടുക്കണ്ട, ജങ്കതികൾ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. കോഴിയെ കൊടുക്കണ്ട, ആടിനെ ഇതൊന്നും ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിനൊരു ആട് ഉള്ള കാട്ടിലെ 1000 ആട് കിടന്ന് അശക്കുക. നിങ്ങളാണ് മൂന്നാറിലോട്ട് ചെന്ന് ഭാരയാടിന്റെ അയ്യര് കളിയ. എന്നാലാ നമ്മളൊരു ഞൊണ്ടനാടിനെയും കൊണ്ട് കാട്ടില് 1000 ജന്തുക്കള്, 2 കോഴി ദൈവത്തിന് ഉള്ള കാട്ടുകോഴിയുടെ അയ്യര് കളിയാ ഹൈറേഞ്ചിലോട്ട് ചെന്ന. അന്നേരാ നീ വസന്ത വന്നൊരു കോഴിയായിട്ട് ദൈവത്തിന് കോഴി. ദൈവത്തിന് എന്തിനാടാ കോഴി? പണ്ട് നയനാരി ചോദിച്ച പോലെ ദൈവത്തിന് എന്തിനാ പാറാവുകാരനെന്ന് ചോദിച്ച പോലെ. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല, ഇതിന്റെ കാശൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇവിടെ പിന്നെ സ്വോത്ര കാഴ്ചയിട്ട് തന്നെ അന്ന് പുള്ളി പറയുകയും ചെയ്ത് ഇവിടെ ഇച്ചിരി ആവശ്യമുള്ളത് കൊണ്ടാണ് സ്വോത്രം, അതിനെടുത്തതാ. അല്ലാതെ ദൈവത്തിന് ഇത് നമ്മുടെ ഈ കാശ് കൊണ്ടാണോ ദൈവം പുള്ളിക്ക് കൊടുത്തില്ല പുള്ളി പട്ടിണിയാകും. ദൈവത്തിന് നിന്നെ ആവശ്യം. സ്തോത്രം. ഇന്ന് രാത്രി നിന്നെ ആവശ്യം. അതുകൊണ്ട് എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ഈ ജാതിയൊക്കെ ഒപ്പിച്ചു വെച്ചത് മനുഷ്യനാ. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, മറ്റവർ അതിലും കുറഞ്ഞതാ, അങ്ങനെയൊക്കെ ആണല്ലോ കുരുക്കൊപ്പിച്ച് ഒരു കാലത്ത് വെച്ചിരുന്നത്. ഇപ്പൊ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്, എന്നാലും അതത്ര അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മേധിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷി പണി ചെയ്യുവാനും അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു, അക്ഷരം അറിയത്തില്ല, അതുകൊണ്ട് യക്ഷിയും പേയും എല്ലാം ദൈവമാണെന്ന് ചാത്തനും ചിന്തിച്ചു. രാജാക്കന്മാരുടെ കൊട്ടാരത്തിലോ വലിയ വലിയ പ്രഭുക്കന്മാരുടെ വീടുകളിൽ എല്ലാവർക്കും കയറാനൊക്കത്തില്ല. അങ്ങനെ അണപ്പതിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. ജോലി ചെയ്തേച്ചേ തമ്പുരാക്കന്മാരുടെ ഒക്കെ ചെന്ന് കൂലി ചോദിച്ച് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. കൊടുത്താൽ എന്തേലും മേടിച്ചോണം. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. എനിക്ക് പാടണമെന്നുണ്ട്, വയ്യ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിമ്മിഷ്ടം. ജോലി ചെയ്ത് വിയർപ്പൊഴുകി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. താളത്തിൽ ജോലി ചെയ്ത് വിയർപ്പൊഴുകി കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ, ശരിയോ തെറ്റോ. മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
ജോലി ചെയ്താൽ കൂലി ചോദിച്ച് തമ്പുരാക്കന്മാരുടെ വീട്ടിൽ ചെല്ലാനൊക്കത്തില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കത്തില്ല. പഴയ ആൾക്കാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്രയും പിടികിട്ടുകയില്ല. മിറ്റത്തൊക്കെ വലിയ കുഴി കുത്തി അതിനകത്ത് ഇല കൂട്ടി അതിനകത്തെയാ കൊടുക്കുന്നത്. അയിത്തമുള്ള കാലമാ. റോഡിൽ കൂടെ പട്ടിക്കും പന്നിക്കും നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. ആ കവടിയാർ കൊട്ടാരത്തിന്റെ സൈഡിൽ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും ഒന്നും നടക്കാനൊക്കത്തില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ കവടിയാർ കൊട്ടാരത്തിലെ ആരെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒന്നും നടക്കാനൊക്കെ അയിത്തമുള്ള കാലമാണ്. പാടത്ത് പണിയെടുത്താൽ കൂലി കൊടുക്കത്തില്ല, ചോദിച്ച് എല്ലാനും ഒക്കത്തില്ല. മാത്രമാണോ ഇതുങ്ങളെല്ലാം ചുവന്നോണ്ട് നടക്കണമായിരുന്നു. ആരെയാ? ഓ, അമ്പരാക്കന്മാര്. പിന്നെ പാടുക നിങ്ങളിങ്ങനെ കെട്ടക്കുക. പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്നേ. പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കായി നാം തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്നേ. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറകൾ അത്തിതോറും പൂത്ത പൂക്കളല്ലോ. ഇങ്ങനെ ഞാൻ പാടുന്നില്ല, വയ്യാത്തത് പക്ഷേ അവിടെ ഇരിക്കുവാളെ. ഇപ്പൊ യോഗം നടത്താൻ നീ എവിടെ പോരെ തപ്പിടക്ക? അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും മോനെ. ഓ, അവിടെ പിണങ്ങി പോവാന്ന് തോന്നുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, വല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഒറ്റ വാക്കി പറയുക, ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സുവിശേഷം എല്ലാവരും കേൾക്കണം. ഇതൊരു സഭക്കാരുടെയോ മതക്കാരുടെയോ ഒരു സംഘടനയുടെയോ ഒരു കുടുംബത്തിന്റെ കുത്തകയല്ല. സുവിശേഷം സകലർക്കും വേണ്ടിയുള്ളതാ. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. സുവിശേഷം എല്ലായിടത്തും അറിയിക്കണം. അങ്ങനെയൊക്കെ ഇറങ്ങിയപ്പോ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും. ചിലർക്ക് ഇഷ്ടമല്ല. ആരെയും നിർബന്ധിക്കരുത്, സമ്മർദ്ദമൊന്നും ചെലുത്തരുത്. നമ്മൾ അങ്ങനെ നിർബന്ധിക്കുന്നുമില്ലല്ലോ. സ്തോത്രം. ചെല്ലി പറയാനുണ്ട്, നിർബന്ധിച്ചു മതം അങ്ങനെ ഒരു സംഭവമേ. ഞാനാന്ന് ഞങ്ങളുടെ സഭയിൽ പറയും, പൊക്കോളാനാ പറയാനെ. ചുമ്മാ ഇവിടെ ഇരുന്ന് മെനക്കെടരുത്, പോ. അങ്ങനെ ഞാൻ കർത്താവ് അങ്ങനെ പറഞ്ഞേ, പോ. നിങ്ങൾ എന്നാ പോകാതെ പന്നി ഇവിടെ ചെല്ലു പറഞ്ഞത് നമ്മൾ മതം മാറ്റുക. യോ, അങ്ങനൊന്നും ഒരു സംഭവമില്ല, അങ്ങനെ ഇല്ലെന്നേ. പൊക്കോളാനാ പറയാന്നെ. അത് അവനവനാ തീരുമാനിക്കണ്ടേ. ഇത് നിർബന്ധത്താലൊന്നുമല്ല, സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല, പരപ്രേരണ കൊണ്ടല്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാൻ സാക്ഷ്യമുണ്ട്. യേശുവിന്റെ പാപം മോചിച്ചു, യേശുവിന്റെ രോഗത്തെ സൗഖ്യമാക്കി, യേശു ക്രിസ്തു എനിക്ക് സമാധാനം നൽകി. എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമപ്പെട്ട് പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ മറ്റ് ഇതര ക്രിയകൾക്കോ മനുഷ്യനെ രക്ഷിക്കുവാൻ സമാധാനം കൊടുക്കുവാൻ കഴിവില്ലാതിരുന്നപ്പോൾ സമാധാനത്തിന്റെ പ്രഭുവാകുന്ന യേശു ക്രിസ്തു ഉള്ളത്തിൽ വന്നതുകൊണ്ട്, യേശു ക്രിസ്തു ഭവനത്തിൽ വന്നതുകൊണ്ട് ഇന്ന് രാത്രി സമാധാനം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരായി എന്നെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാവരും കേൾക്കണം സുവിശേഷം. സകല ജാതികളും കേൾക്കണം. അപ്പോൾ തെസ്സലോനിക്കരുടെ വിശേഷത, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. ആ മാതൃകയ്ക്ക് തന്നെ പല പ്രത്യേകത. ഒന്ന്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവവചനം കേട്ടോ, ഒരു മാതൃക. രണ്ടാമത്തെ മാതൃക, ഇവരുടെ ഇടയിൽ നിന്ന് സുവിശേഷം എല്ലായിടത്തും ചേർന്നു. ആരെ കണ്ടാലും സുവിശേഷം പറഞ്ഞോണം, നിർബന്ധിക്കണ്ട, പക്ഷെ പറഞ്ഞു കൊടുക്കണം. ഇത് സന്തോഷമാണ്, രക്ഷയാണ്, ഞങ്ങൾ അനുഭവിക്കുക. അത് പറഞ്ഞു, അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്വാതന്ത്ര്യമുണ്ടല്ലോ. പറയണം, യേശു രക്ഷിക്കും. ഞാൻ എവിടെ ചെന്നാലും പറയും, യേശു രക്ഷിതാവാ, യേശു രക്ഷിക്കും, മതി. സ്തോത്രം. തീരുമാനമെടുക്കുന്ന അവനവനാണ്, പറയേണ്ട കടമ നമ്മുടെതാ. അതെ, സ്തോത്രം. റോഡിൽ നടന്നു പോകുമ്പം ഇത് സൈൻ ബോർഡുകളൊക്കെ ഇല്ലേ, പാലത്തിന്റെ അവിടെ, ഒരു സ്കൂളിന്റെ അവിടെ, അത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരോടും ഈ സുവിശേഷം അറിയിച്ചു. മൂന്നാമത്തെ ഒരു മാതൃക, ഇവര് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാ. 9-ാം വാക്യം വായിച്ചേ.
9-ാം വാക്യം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കും. ഇവര് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാ. അതാ ഇവരുടെ മാതൃക. 4-ാമത്തെ ഒരു മാതൃക വേർപാട് പാലിച്ചവരാ. താഴോട്ട് വായിച്ചു വരുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിനെ എറിഞ്ഞ് വിഗ്രഹങ്ങളെ വിട്ട ഒരു പദമുണ്ട്. അത് വേർപാട്. എല്ലാം വിവരിക്കുന്നില്ല. ഒന്ന്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷ വചനം കൈക്കൊണ്ടു. 2, എല്ലാവരുടെ സുവിശേഷം അറിയിച്ചു. 3, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവർ. 4, ഇവര് വേർപാട് പാലിച്ചവർ. ഇതാണ് ഇവരുടെ മാതൃക. ഈ മാതൃക നമുക്കും ബാധകമാണ്. അങ്ങനെയുള്ള ഇവരോട് പൗലോസ് 4-ാം അധ്യായത്തിന്റെ 18 പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യമായി ശ്വസിപ്പിച്ചു കൊള്ളുകയും. ഏത് വചനം? 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് ഓടിച്ചൊന്ന് വായിച്ചു വിട്ടേര്. കർത്തദാസനെ നിർത്താൻ പോവുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ഞാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിർത്താം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഏത് വചനം? ഈ വായിച്ച തിരുവെഴുത്തിന്റെ അകത്ത് പ്രധാനമായിട്ട് 4 കാര്യങ്ങളുണ്ട്. അത് വിശദീകരിക്കുന്നില്ല, ഒരല്പസമയം എടുക്കുവേ. ക്ഷീണം പോയി വരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് 4 കാര്യങ്ങളാ. 1, ഒരു മടങ്ങി വരവ്. 2, ഒരു ഉയർപ്പ്. 3, ഒരു രൂപാന്തരം. 4, ഒരു സമാഗമം. എല്ലാം വിശദീകരിക്കുന്നില്ല. ഈ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ 4 കാര്യം. 1, മടങ്ങി വരവ്. 2, ഉയർപ്പ്. 3, രൂപാന്തരം. 4, സമാഗമം. ഈ 4 കാര്യം പറഞ്ഞേച്ച് 18 പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം. ഏത് വചനം? 1, ഒരു മടങ്ങി വരവുണ്ട്. ആര് മടങ്ങി വരുന്നു? യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇവിടെ ജീവിച്ച ധാരാളം മകൾ വ്യക്തികളുണ്ട്. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും മതനേതാക്കന്മാർ, ഭരണപരിഷ്കർത്താക്കൾ, മന്ത്രി പുങ്കവന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാർ, അവൻ ഇന്ത്യയെ അവൻ വളരെ പ്രഗത്ഭമായി ഭരിച്ച ഉരുക്ക് വനിതകള്, ഉരുക്ക് മനുഷ്യര്, പല മിടുക്കന്മാർ, എബ്രഹാം ലിങ്കൺ അടക്കമുള്ളവർ, കെന്നഡി അടക്കമുള്ളവര്, ലോകത്ത് നേതാക്കന്മാര്, മിടുമിടുക്കൻ മണ്ടേല, ധാരാളം മിടുക്കന്മാർ, മത നേതാക്കന്മാർ. മുമ്പേ ഓർപ്പിച്ചല്ലോ, മഹാനായ മൺമറഞ്ഞ വൈകുണ്ഠസ്വാമികള്, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു അവർകള്, അങ്ങനെ പ്രഗത്ഭന്മാർ, പ്രശസ്തന്മാർ, ധാരാളം പേര്. അവരെല്ലാം ഇവിടെ ജീവിച്ച് മരിച്ച് അവൻ മണ്ണ് പറഞ്ഞപ്പോൾ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. 14 വായിച്ചോ, 14 വായിര്. ഏത് 14 ഞാൻ പറയത്തില്ല, ബുദ്ധിയോടെ വായിച്ച് 14:1 മുതൽ അടുത്തിരിക്കുന്ന പുള്ളി പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വായിച്ചോ. യോഹന്നാൻ 14:1 കടേന്ന് വായിര്. ആള് അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു കർത്താവ്
ഡയറക്റ്റ് പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വരുമെന്ന്, മടങ്ങി വരുമെന്ന്. സത്യമായ എന്നിലും നിത്യപിതാവിലും, സത്യമായ എന്നിലും നിത്യപിതാവിലും, സത്യമായി അത് ഒക്കുന്നില്ല മോനെ. എന്നാ വായിച്ചു, വേദനിപ്പിച്ചതല്ലേ അത് മോനെ. ഞാൻ മോള് വായിരും മോളെ. സത്യമായ എന്നിലും നിത്യപിതാവിലും, സത്യമായ എന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പി സന്തതവും നിന്റെ ചിത്തം കലങ്ങിടല്ല. പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല. പോയി വരും ഞാൻ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു വീണ്ടും വരും, മടങ്ങി വരും, മടങ്ങി വരും. മോളോട് വൈരാഗ്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. പാട്ട്, എൻ്റെ സഹോദര കുഞ്ഞിനോട് എനിക്ക് വേണ്ടപ്പെട്ട ഭാഷയുടെ മോളാ. പാട്ട് പാടുമ്പോൾ അറിയാവില്ല, അതിന് താളവും ഒരു കണക്കുമുണ്ട്. അവൾ കുഞ്ഞാ, അപ്പൊ അത് ഞാൻ പാടുന്ന ആ കണക്കിന് വരാത്തത് കൊണ്ട് പറഞ്ഞതല്ല, അവളോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല. നിങ്ങളിങ്ങനെ ഇടഞ്ഞിരിക്കാതെ യോഗത്തിന്. കുഞ്ഞിനോട് വൈരാഗ്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല, അവളോട് പിണക്കമുണ്ടായിട്ടും പറഞ്ഞതല്ല. അയ്യോ, ഇത് മെനക്കേടാന്നല്ലോ സഹോദര. അത് മോളോട് വൈരാഗ്യം ഉണ്ടായിട്ട് പറഞ്ഞു. പാട്ടിന് അതിൻ്റെ ഒരു താളവും കണക്കും ഇല്ലേ? അപ്പൊ പാടുമ്പോ അതിന്റെ രീതിയിൽ അവളോട് പിണക്കം ഉണ്ടായിട്ടാണോ? പിണക്കമുണ്ടായിട്ട് പറഞ്ഞതല്ല, അവളെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു രീതി, അത് മോക്കറിയത്തില്ലല്ലോ. നമ്മളിങ്ങനെ വിഘടിച്ചിരുന്നാൽ ഈ യോഗത്തിന് ഇത് ഗുണമാകുമോ? യോഗം ഇങ്ങനെ ഇവിടെ നിന്ന് ഇടഞ്ഞാൽ എന്നാ മതി. ഇനിയിപ്പം യേശു വരും, അത് മതി. പണക്കമുണ്ടായിട്ട് പറഞ്ഞതല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഏത് കാര്യത്തിനും അതിനൊരു ഓർഡർ, ഒരു ക്രമമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. മോളോട് പണക്കമുണ്ടായിട്ട് പറഞ്ഞതല്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ആ കുഞ്ഞിനെ നേരത്തെ മുതലേ എനിക്കറിയാം. പക്ഷെ ഒരു ശുശ്രൂഷ ചെയ്യുമ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട്. അതൊരു പിണക്കമുണ്ടായിട്ട് പറഞ്ഞതല്ല. മുമ്പേ പാടിയപ്പോൾ അത് എൻ്റെ കൂടെ ആ രീതി വരാഞ്ഞത് കൊണ്ട് പറഞ്ഞതല്ല, അത് പിണക്കമുണ്ട്. അതപ്പോൾ അതൊരു അപാകത വരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു വീണ്ടും വരും. 4 കാര്യമാണ്. ഒന്ന്, മടങ്ങി വരവ്. യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഇവിടെ വന്ന മിടുക്കന്മാർ പലരും മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടില്ല. മടങ്ങി വരുമെന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. എബ്രായ ലേഖനം 9:28 എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ 35 ചേർത്ത് പഠിക്കുമ്പോൾ അവൻ തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമന് പ്രത്യക്ഷപ്പെടും. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒന്ന്, മടങ്ങി വരും. ആര് മടങ്ങി വരുന്നു? യേശു മടങ്ങി വരുന്നു. 2, ഒരു ഉയർപ്പ്. ആരുയർക്കും? യേശു ക്രിസ്തുവിന്റെ 2ാം വരവിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. യേശു ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. ദൈവത്തിന് മഹത്വം. എല്ലാവരും ഉയർത്തു വരത്തില്ല. അവിടുത്തെ 2ാം വരവിൽ കാഹളം തുണിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. എങ്ങനെ? ഒരു പുത്തൻ ശരീരത്തോടെ. ഈ ദ്രവത്വമുള്ള, ബലഹീനമായ, രോഗമുള്ള, ക്ഷീണമുള്ള ഈ ശരീരം മാറി നമുക്കൊരു പുത്തൻ ശരീരം ലഭിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് പറയാ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് മഹത്വം. 3, ഒരു രൂപാന്തരം. ആർക്കാണ് രൂപാന്തരം? മാനസാന്തരപ്പെട്ട്
യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. എല്ലാവർക്കും രൂപാന്തരം ഉണ്ടാകത്തില്ല. ഈ രൂപം മാറും. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്ത ഒരു ശരീരം പ്രാപിക്കും. ഈ മർത്യമായ ശരീരം അവൻ സ്വന്തം അവൻ ഒരു പുത്തൻ ശരീരം പ്രാപിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തിന് മഹത്വം. അതാണ് മൂന്നാമത്തെ കാര്യം. അവൻ രൂപാന്തരം. 4 സമാഗമന എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് അതാണ് നമ്മൾ പഠിക്കുന്നത്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പൗലോസ് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. 1 ആമേൻ സ്തോത്രം. യേശു വീണ്ടും വരും. ആശ്വസിച്ചോണം. നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ ഒരുക്കിയ തിരിച്ചു വന്ന് നമ്മളെ തന്റെ അടുക്ക ചേർത്തിരുത്തും. 2 വിശുദ്ധന്മാർക്ക് ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഒരു ഉയർപ്പുണ്ട്. 3 ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. 4 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഭാഷ നമുക്ക് മനസ്സിലാകും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരുന്ന സുന്ദര സുദിനം. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയങ്ങൾ ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവി. നമ്മുടെ യോഗം സമാപന യോഗമാണ്, തീരാൻ പോവാണല്ലോ. എല്ലാവരുടെ ചേർന്ന പഴയ പാട്ടൊന്ന് പാടാം. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവ് ഗംഭീര എഴുന്നേറ്റ് നിൽക്കാം. ആ 2 കരങ്ങളും വീശി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും 2 കരങ്ങൾ വീശി ഇന്നും എന്നേക്കും വേദനിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും എന്നേക്കും വേദനിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. മോൾ എന്നോട് ക്ഷമിക്കണം, ദൈവനാമത്തിൽ കേട്ടോ, ഇനി ആവർത്തിക്കത്തില്ല. സഹോദരൻ ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം, ആവർത്തിക്കും.